തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം. ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും. ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ്. നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി, വിദഗ്ധരായ തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കൃത്യതയും, കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സിന്റെയും ഹോളോ ബ്രിക്സ്, AAC ബ്ലോക്സ്, ജാളികൾ എന്നിവയുടെയും ഗംഭീര കളക്ഷൻ. ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ. നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ്. പാസ്കോ. വാർത്തകൾ വിശദമായി. 35ാമത് മലപ്പുറം ജില്ലാ കലോത്സവത്തിന് നാളെ കോട്ടക്കൽ ഗവൺമെന്റ് രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അരങ്ങുണരും. കലോത്സവത്തിന്റെ ഉദ്ഘാടനം നാളെ വൈകുന്നേരം 4 മണിക്ക് രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 1ാം വേദിയിൽ ഡോക്ടർ MP അബ്ദുസ്സമദ് സമദാനി MP നിർവഹിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കലോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ പറഞ്ഞു. ഉദ്ഘാടന ചടങ്ങിൽ കോട്ടക്കൽ MLA ആബിദ് ഹുസൈൻ തങ്ങൾ, ജില്ലാ കളക്ടർ VR വിനോദ് IAS, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇബ്രാഹിം മുത്തേടം, കോട്ടക്കൽ നഗരസഭാ അധ്യക്ഷ ഡോക്ടർ ഹനീഷ, മറ്റു പ്രമുഖ രാഷ്ട്രീയ, കലാ, സാംസ്കാരിക നായകരും പൊതുവിദ്യാഭ്യാസ മേഖലയിലെ ഉദ്യോഗസ്ഥരും പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. 30-ന് നടക്കുന്ന സമാപന സമ്മേളനം കായിക വകുപ്പ് മന്ത്രി V അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും. വിജയികൾക്കുള്ള സമ്മാനദാനവും ചടങ്ങിൽ വെച്ച് നടക്കും. ഇത്തവണത്തെ കലോത്സവം ഭിന്നശേഷി സൗഹൃദമേളയാണ്. ഉദ്ഘാടന സമ്മേളനത്തോടനുബന്ധിച്ച് SSKയുടെ നേതൃത്വത്തിൽ ഭിന്നശേഷി കുട്ടികളുടെ കലാപരിപാടിയും ആതിഥേയ വിദ്യാലയത്തിന്റെ മരവും കുട്ടിയും നൃത്തശില്പവും അവതരിപ്പിക്കുമെന്നും വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ മനോഹരമായ സ്വാഗതഗാനവും ചടങ്ങിന് മോടി കൂട്ടുമെന്നും സംഘാടകർ പറഞ്ഞു. ഈ 16 വേദികളിലും സമയബന്ധിതമായി പരിപാടികൾ നടത്തി തീർത്ത് വൈകിട്ട് 10 മണിയോടുകൂടിയെങ്കിലും, 9 മണിയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്, എങ്കിലും പരമാവധി 10 മണിയോടുകൂടി പരിപാടികൾ അവസാനിപ്പിക്കുന്നതിനുള്ള രീതിയിലുള്ള ക്രമീകരണമാണ് സംഘാടക സമിതി ഒരുക്കിയിട്ടുള്ളത്. അതിൻ്റെ ആദ്യപടി എന്ന രീതിയിൽ നമ്മൾ രജിസ്ട്രേഷൻ കമ്മിറ്റിയുടെ പ്രവർത്തനം ഇന്നിപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു. മുഴുവൻ കുട്ടികൾക്കുമുള്ള പാർട്ടിസിപ്പൻ്റ് കാർഡ് നമ്മൾ വിതരണം ചെയ്തു കഴിഞ്ഞു. സബ് ജില്ലകൾക്കുള്ള രേഖകളും കൈമാറിക്കഴിഞ്ഞു. നാളെ രാവിലെ 9:30 മണിക്ക്, എല്ലാ ദിവസവും രാവിലെ 9:30 മണിക്ക് പരിപാടികൾ ആരംഭിക്കും. 9 മണിക്ക് രജിസ്ട്രേഷൻ, 9:30 മണിക്ക് വേദിയിൽ കർട്ടൻ പൊന്തുന്ന രീതിയിലുള്ള ക്രമീകരണമാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത്തവണ സംസ്ഥാന കലോത്സവങ്ങളിലും സംസ്ഥാന കായികമേളയിലും സംസ്ഥാന ശാസ്ത്രമേളയിലുമെല്ലാം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെയും ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയുടെയും പേരിലുള്ള ട്രോഫികൾ ഏർപ്പെടുത്തിയതുപോലെ ഇത്തവണ 35ാമത് റവന്യൂ ജില്ലാ കലോത്സവത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിലുള്ള ഒരു എവർ റോളിംഗ് ട്രോഫി ഈ വർഷം മുതൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രശസ്ത ശില്പിയായിട്ടുള്ള ഷിബു സിഗ്നേച്ചറാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന് വേണ്ടി ആ ഒരു ട്രോഫി നിർമ്മിച്ച് നൽകിയിട്ടുള്ളത്. ഏറ്റവും മികച്ച സബ് ജില്ലയ്ക്കുള്ള ട്രോഫിയാണ്. ഏറ്റവും മികച്ച ജില്ലയ്ക്കുള്ള ട്രോഫിയാണ് സംസ്ഥാന തലത്തിൽ നൽകുന്നതെങ്കിൽ നമ്മളത് നൽകുന്നത് ഏറ്റവും മികച്ച സബ് ജില്ലയ്ക്കുള്ള ട്രോഫിയാണ്. അതോടൊപ്പം തന്നെ മത്സരാർത്ഥികൾക്കുള്ള, വിജയികൾക്കുള്ള മുഴുവൻ ട്രോഫികളും തയ്യാറായി കഴിഞ്ഞു. അതുപോലെ തന്നെ ഉദ്ഘാടനം നാളെ രാജാങ്കണം എന്ന പേരിൽ നമ്മൾ നാമകരണം ചെയ്യപ്പെട്ടിട്ടുള്ള കോട്ടക്കൽ ആര്യവൈദ്യശാല സ്പോൺസർ ചെയ്യുന്ന 1ാം വേദിയിൽ വെച്ച് പ്രൗഢമായ ചടങ്ങിൽ വെച്ച് ബഹുമാനപ്പെട്ട MP അബ്ദുൽ സമദാനി ഉദ്ഘാടനം ചെയ്യും. കോട്ടക്കൽ എൻ്റെ പ്രിയപ്പെട്ട MLA പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ അവിടെ അധ്യക്ഷത വഹിക്കും. ജില്ലാ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ്, അതുപോലെ തന്നെ ജില്ലാ കലക്ടർ, കോട്ടക്കൽ നഗരസഭാ അധ്യക്ഷ ഡോക്ടർ ഹനീഷ, വിവിധ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക പ്രവർത്തകർ എല്ലാവരും പങ്കെടുക്കുന്ന ആ പരിപാടി ചടങ്ങ് കൊണ്ട് കുറച്ചുകൂടി വൈവിധ്യങ്ങൾ കൊണ്ട് പ്രത്യേകിച്ച് വ്യത്യസ്തമായിരിക്കും. കാരണം സ്വാഭാവികമായുള്ള ഒരു സ്വാഗത ഗാനത്തിന് പുറമെ 2 പരിപാടികൾ കൂടിയുണ്ട്. നമ്മുടെ ഇത്തവണത്തെ എല്ലാ പരിപാടികളും ഭിന്നശേഷി സൗഹൃദമാണ്. അതുകൊണ്ട് തന്നെ SSKയുടെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ സ്വാഗത നൃത്തവും അതോടൊപ്പം തന്നെ അതിനെ തുടർന്ന് ഈ കോട്ടക്കൽ രാജാസ് ഹൈസ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന ഒരു സംഗീത ശില്പവും ഉദ്ഘാടന ചടങ്ങിന് മാറ്റുകൂട്ടാനായി ഉണ്ടാവും. അതോടൊപ്പം തന്നെ ഉച്ചഭക്ഷണവുമായി ബന്ധപ്പെട്ട് വിവിധ കമ്മിറ്റികൾ എല്ലാ പ്രവർത്തനങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു. അവസാനഘട്ട മിനുക്കുകളിലാണ് നമ്മൾ ഏറ്റവും എടുത്തു പറയേണ്ടത് കോട്ടക്കൽ നഗരസഭയുടെ ഒരു നിതാന്ത ജാഗ്രതയാണ്. കാരണം മാലിന്യ മുക്ത നവകേരള പദ്ധതിയുടെ ഭാഗമായി ഈ കോട്ടക്കൽ രാജാസും AKM ഹയർ സെക്കൻഡറി സ്കൂൾ കോട്ടൂരും അതിൻ്റെ പരിസരവും ഏറ്റവും വൃത്തിയോടുകൂടിയും അതുപോലെ തന്നെ
ശുചിത്വത്തോടുകൂടിയും കീപ്പ് ചെയ്യുന്നതിനുള്ള മുഴുവൻ പ്രവർത്തനവും നഗരസഭാധ്യക്ഷയുടെ നേരിട്ടുള്ള നേതൃത്വത്തിൽ നടക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. ആരോഗ്യവകുപ്പിൻ്റെയും അതുപോലെ തന്നെ ശുചിത്വ മിഷൻ്റെയും എല്ലാം സഹകരണം നമുക്കുണ്ട്. ഉച്ചഭക്ഷണ ഹാളിലാണെങ്കിൽ പ്രഭാത ഭക്ഷണം മുതൽ രാത്രി ഭക്ഷണം വരെയുള്ള പരിപാടികൾ ഒരുക്കിയിട്ടുണ്ട്. പ്രോഗ്രാം കമ്മിറ്റി എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തിയാക്കി സജ്ജമായി കഴിഞ്ഞു. ഓരോ കമ്മിറ്റികളും അവരുടെ പ്രവർത്തനത്തിൻ്റെ അവസാനഘട്ട മിനുക്കുപണിയിലാണ്. ഏതായാലും ഒരിക്കലും മറക്കാത്ത ഏറ്റവും മനോഹരമായ ഒരു കലോത്സവമായിരിക്കും ഇത് എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതിന് നമ്മളോടൊപ്പം സഹകരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികളോടും കോട്ടക്കൽ നഗരത്തിലെ സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരോടും പൊതു രംഗത്തുള്ള സമുന്നതരായ വ്യക്തികളോടും എല്ലാമുള്ള നന്ദിയും അറിയിച്ചുകൊണ്ട് തുടർന്ന് നിങ്ങളെ അഭിസംബോധന ചെയ്യാനായി ഏകദേശം 13,000-ഓളം കുട്ടികളാണ് നമ്മൾ ഈ 5 ദിവസത്തെ പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 17 കമ്മിറ്റികളും അവരുടേതായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും വൃത്തിയായിട്ട് കൃത്യമായിട്ട് നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ബാക്കി ചെറിയ ചെറിയ മിനുക്ക് പണികളിൽ മാത്രമാണ് ഇനി ബാക്കിയുള്ളൂ. ഏകദേശം ഒരാഴ്ച മുമ്പ് തന്നെ നമ്മുടെ പ്രോഗ്രാം ഷെഡ്യൂള് പുറത്തിറക്കാൻ കഴിഞ്ഞു. അതൊക്കെ വലിയ നേട്ടങ്ങളാണ്. നമ്മുടെ ഓരോ കമ്മിറ്റികളും അവരുടേതായിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. പ്രോഗ്രാം കമ്മിറ്റി ആയിക്കോട്ടെ, റിസപ്ഷൻ കമ്മിറ്റി, രജിസ്ട്രേഷൻ എല്ലാവരും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിൻ്റെ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു കലോത്സവമായിരിക്കും നമ്മൾ ഈ 5 ദിവസം കാണാൻ പോകുന്നത് എന്നുള്ളതാണ്. 16ഓളം വേദികളുണ്ട്. രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളും AKMHS കോട്ടൂരും കൂടിയാണ് ഈ വേദി പങ്കിടുന്നത്. അപ്പോൾ വളരെ ഭംഗിയായിട്ട്, പ്രത്യേകിച്ച് മാധ്യമ സുഹൃത്തുക്കളോട് പറയാനുള്ളത്, ഈ 5 ദിവസവും നമ്മുടെ കുട്ടികളുടെ കലാവാസന പുറത്തറിയിക്കാനും അവരോട് കൂടി നിൽക്കേണ്ട ഒരു സമയമാണ്. എല്ലാവരും കൂടിയിട്ട് ഒരു കോട്ടക്കലിൻ്റെ ഒരു ഉത്സവം തന്നെയാണ് ഈ 5 ദിവസം ഇറങ്ങാൻ പോകുന്നത്. രാഷ്ട്രീയത്തിനൊക്കെ അതീതമായിട്ട് എല്ലാ ജനങ്ങളും പൊതുജനങ്ങളുടെ ഒരു പങ്കാളിത്തത്തോടു കൂടി സ്കൂളിൻ്റെയും മറ്റ് എല്ലാവരുടെയും നേതൃത്വത്തിലാണ് നമ്മൾ ഈ ഒരു കലാവിരുന്ന് നടത്താൻ പോകുന്നത്. നേരത്തെ പറഞ്ഞ പോലെ പൂർണ്ണമായിട്ടും ഗ്രീൻ പ്രോട്ടോക്കോൾ പാലിച്ചുകൊണ്ടുള്ള ഒരു 5 ദിവസത്തെ കലോത്സവമായിരിക്കും. കോട്ടയം മുനിസിപ്പാലിറ്റിയുടെ ഹെൽത്ത് വിഭാഗവും പ്രത്യേകിച്ച് അവരുടെ എടുത്ത് പറയേണ്ടതാണ്. ഒരാഴ്ച മുമ്പ് തന്നെ അവരുടെ പ്രവർത്തനം നമ്മുടെ സ്കൂളുകളിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഹരിതകർമ്മസേന, കണ്ടിജൻസ് തൊഴിലാളികൾ എല്ലാവരും ഒരിക്കൽ കൂടി ചേർന്നുകൊണ്ട് പൂർണ്ണമായിട്ടും ഗ്രീൻ പ്രോട്ടോക്കോൾ പാലിച്ചുകൊണ്ടുള്ള ഒരു കലോത്സവമായിരിക്കും. അതിലപ്പുറം നമ്മുടെ കുട്ടികളുടെ പൂർണ്ണമായുള്ള രക്ഷിതാക്കളുടെയും കുട്ടികളുടെയും അതുപോലെ തന്നെ നമ്മുടെ അധ്യാപകരുടെയൊക്കെ പൂർണ്ണമായിട്ടുള്ള ഒരു സഹകരണം നമ്മളിൽ ഉണ്ട്. അതുപോലെ തന്നെ മാധ്യമ സുഹൃത്തുക്കളുടെയും വേണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. വാർത്താ സമ്മേളനത്തിൽ മലപ്പുറം DD രമേഷ് കുമാർ KP, കോട്ടക്കൽ നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ ഹനീഷ, പബ്ലിസിറ്റി ചെയർമാൻ KPA റാഷിദ, കൺവീനർ രഞ്ജിത്ത് VK, പ്രിൻസിപ്പൽ ഇൻചാർജ് സതീദേവി, ഹെഡ് മാസ്റ്റർ രാജൻ മാസ്റ്റർ, SMC ചെയർമാൻ അബ്ദുൾ റസാഖ്, പത്മനാഭൻ മാസ്റ്റർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ഡെസ്ക് കോട്ടക്കൽ.